ഹലോ വെൽക്കം ബാക്ക് ടു മിനൂസ് ഡയറി. ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇത് ഇന്ന് പോസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഇതാ ഏട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് അമ്മ ചായ തന്നു. അപ്പോൾ ചായ കുടിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ അമ്മ കല്ലുപ്പ് എടുത്ത് തരികയാണ്. അപ്പോൾ എനിക്കാണ് കല്ലുപ്പ് തീരെ വയം കിട്ടില്ല. അതായത് എനിക്ക് കല്ലുപ്പ് അതിൻ്റെ പാകം അറിയില്ല. എനിക്ക് പൊടിപ്പല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതേ ഉള്ളൂ. അപ്പോൾ പൊടിപ്പ് മതി പറഞ്ഞിട്ട് ഞാൻ പൊടിപ്പ് എടുക്കുക. എനിക്ക് അളവ് കിട്ടില്ലെന്ന് പറയട്ടെ അമ്മ എടുത്ത്. അപ്പോൾ അമ്മ പറയാം കല്ലുപ്പാണ് നല്ലതെന്ന് പറയാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ചമ്മന്തിയും പിന്നെ ചമ്മന്തി പൊടി ഉണ്ട് കേട്ടോ. അത് ആണെന്നോ ഞങ്ങളുടെ പ്ലാന്. അമ്മ ഇപ്പുറത്ത് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അമ്മ അപ്പുറത്ത് ചമ്മന്തിപ്പൊടി ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കൂലേ, അത് ചെയ്യാണ്. അമ്മ ചമ്മന്തിപ്പൊടിനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾ നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരും. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണ് കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊടി ഇട്ട് അപ്പോൾ പോയി കൈ കിട്ടും. ആ ഉപ്പ് കിട്ടില്ലേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൈ ഇടണത് കേട്ടോ. എന്ത് പൊടി ഇടുകയാണെങ്കിൽ ഞാൻ അപ്പോൾ കൈ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അത് ഞാൻ മാത്രമാണോ അങ്ങനെ വേറെ എല്ലാവരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചു നിന്നു കേട്ടോ. ഇനിയിപ്പോൾ ഫോണിൽ കൂടെ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇനി പോയി കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് മൂത്തടുത്ത് നമ്മുടെ പൂജ ഉണ്ട്. ഇനിയിപ്പോൾ അതിനെയാണ് വരാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അമ്മ അപ്പുറത്തെ ചമ്മന്തിപ്പൊടിയിൽ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഡ്ഡലിയൊക്കെയായി, ചമ്മന്തി കൂടെ ആയിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. അപ്പോഴേക്ക് ഏട്ടൻ വന്നിട്ട് എന്തൊക്കെയാണ് സംസാരിക്കാൻ കിട്ടും അമ്മ അടുത്ത്, നമ്മുടെ അഞ്ചാമനും അമ്മനെ കുഞ്ചുവിൻ്റെ അടുത്ത്. പിന്നെ ഏതാ ബ്രേക്ക്ഫാസ്റ്റ് ആയി, ഒരു ഇഡ്ഡലി പകുതി കഴിച്ചിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വരുന്നത്. എന്നാൽ ശരി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോഴേക്കും കണ്ടോ ഒരു ഇഡ്ഡലിയുടെ പകുതിയുള്ളൂ. പിന്നെ ഇതാ എല്ലാവരോടും യാത്ര പറഞ്ഞതാ എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു മണിക്കൂർ, കാറിലാണെങ്കിൽ 1 മണിക്കൂർ, അങ്ങനെ 3/4 മണിക്കൂർ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. വണ്ടിയിലാണെങ്കിൽ അത്രയൊക്കെ ടൈം പിടിക്കുള്ളൂ. അതാ വീട്ടിലെത്തി. ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് ഇറങ്ങണമെന്നറിയോ? കുളപ്പുള്ളിയുള്ള പിഷാരഡീസ്ക്കായിട്ട് ഇറങ്ങണേ, സദ്യ കഴിക്കാനൊരു കൊതി. അപ്പോൾ എന്താ ശരി ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട്. അപ്പോൾ അനിയത്തിയില്ല, അവൾക്ക് ഇന്ന് വേറെ പരിപാടി ഉണ്ട്, അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയേക്കാം. അപ്പോൾ ഞങ്ങൾ 4 ആൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടുന്ന് സദ്യ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് കഴിച്ചിട്ടില്ല, എന്നുള്ള പാഴ്സൽ വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. കല്യാണത്തിനൊക്കെ മുന്നേ പാഴ്സൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കഴിക്കുന്നത് കേട്ടോ. ഈ പിഷാരഡീസ് വരുന്നത് കുളപ്പുള്ളിയാണ്, കുളപ്പുള്ളി അടുത്താണ് വരുന്നത്. എനിക്ക് ഇവിടുത്തെ സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വന്നത്. ഞങ്ങൾ ഇനിയിപ്പോൾ സദ്യ വാങ്ങിച്ചില്ലെങ്കിലും പായസമെങ്കിലും ഇവിടെ വന്ന് വാങ്ങിക്കാറുണ്ട്. ഞങ്ങൾ 3 ആളും കാറ് പാർക്ക് ചെയ്യാൻ പോയ ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഏട്ടനാണെങ്കിൽ അപ്പുറത്തെ ഡോർ വഴി കയറിക്കണം. ഞങ്ങൾ പുറകിൽ കാണുന്ന ഡോർ കണ്ടോ, അത് കൂടിയും കയറാൻ പറ്റി. അപ്പോൾ അത് കൂടെ വന്ന് കയറിക്കണം. എന്നിട്ട് ഞങ്ങൾ വിളിച്ചപ്പോഴാണ് ഏട്ടൻ ഉള്ളിലുണ്ടെന്ന് കാര്യം മനസ്സിലായി. പിന്നെ ഞങ്ങളിതാ ഉള്ളിലേക്ക് വന്നിട്ട് ഇരുന്നു. പിന്നെ സിനിമയിൽ പറയണ പോലെ കാടൻ വന്നു, തോരൻ വന്നു, പുളിയിഞ്ചി വന്നു, ചോറ് വന്നു, പപ്പടം വന്നു, സാമ്പാർ വന്നു. ഇതാ കഴിക്കാൻ നിൽക്കുകയാണ് ഒരു അടിപൊളി സദ്യ. അപ്പോൾ എൻ്റെ സദ്യയ്ക്ക് കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയോണ്ട് ഞാൻ എൻ്റെ ഇല മാത്രമേ എടുത്തുള്ളൂ. നമ്മൾ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കല്ലോ. ലാസ്റ്റ് പായസം കൂടി കഴിച്ചപ്പോൾ വയർ ഫുള്ളായി. പിന്നെ ഒരു പായസം കൂടി വാങ്ങിച്ചിട്ട് അങ്ങനെ പോന്നു. വീട്ടിൽ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ അച്ഛൻ പലഹാരം വാങ്ങിച്ചുകൊണ്ട് നടന്നു കേട്ടോ. അപ്പോൾ ചായ കുടിച്ച് ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ കേട്ടോ. അമ്മയുടെ വീട് കിഴൂരാണ്. ഈ കാണാനാണ് കേട്ടോ ഇക്കോ ടൂറിസം, അനങ്ങമല ഇക്കോ ടൂറിസം. അപ്പോൾ ഇവിടെയൊക്കെ എന്താ കാണുള്ളൂ വെച്ചാൽ മഴക്കാലമൊക്കെ വന്ന് ചെറിയ വാട്ടർഫോൾസൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഈ സമയത്ത് കാറ്റ് വളനൊക്കെ വന്നിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട്. ഈ മരയുടെ മുകളിലേക്ക് സ്റ്റെയർ ഉണ്ട്. അപ്പോൾ അതിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇരിക്കാൻ നല്ല രസമാണ്. ഒരു ഈവനിങ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രസം. ഞങ്ങളൊക്കെ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടേക്ക് ഇപ്രാവശ്യം കയറിയില്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കാടാമ്പാറ എന്ന് പറഞ്ഞിട്ടൊരു പാറ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കണ്ടോ അതിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കണ്ടോ, അതിൻ്റെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ. അതിൻ്റെ മുകളിൽ അവിടെ ഒരു അക്വഡേറ്റ് പാലൊക്കെ ഉണ്ട്, അത് വരെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അമ്മമ്മയുടെ വീട് എത്താറായി. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ വീട് കയറിയില്ല, അല്ലെങ്കിൽ ലേറ്റായി 6:30 ആയിട്ടോ. ഇച്ചിരി നേരത്തെ പോകണമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ മാമാരെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പാടെ പിടിച്ചിട്ട് കയറ്റിയിട്ട് ഞങ്ങൾ പാറയ്ക്ക് പോവാണ് കേട്ടോ. പാറ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പകുതി കഴിക്കുന്ന സുന്ദരൻ മാമനെ കണ്ടിട്ടോ, നമ്മുടെ ആങ്ങളെയാണ്. അപ്പോൾ മാമ നിങ്ങൾ വിട്ടോ, ഞാൻ പിന്നാലെ വരാനായിട്ട് മാമ ബൈക്കിൽ വന്നു കേട്ടോ. അപ്പോൾ മാമനെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ മാമ. അപ്പോൾ ഒരു മാമയും കൂടി ഉണ്ട്, ആൾ വർക്കിലായിരുന്നു, അപ്പോൾ ആളെ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാട്ടോ പാറ ഇച്ചിട്ട് നേരത്തെ വരണം, എന്നാലും നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടാവുള്ളൂ കേട്ടോ കാണാൻ. നല്ല കാറ്റൊക്കെ നല്ല രസമാട്ടോ ഇവിടെ വരാൻ. ഇതിനപ്പുറത്തെ ഒരു മല കണ്ടോ, അതിലും കയറാൻ പറ്റും. അതിൽ കയറി ഇതിനേക്കാൾ പൊക്കം ഉണ്ടാവും. ഇത് ഇത്തിരി പരന്ന പാറ. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ. ചായ കുടിച്ചത് എല്ലാവരും സിറ്റ് ഔട്ടിൽ നിന്നിട്ട് ഓരോന്ന് ചർച്ച ചെയ്യാണ് കേട്ടോ. ഞങ്ങളൊരു ഫാമിലി ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. പിന്നെ അവിടെ പോയപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് മാമ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നു, പൊറോട്ടയും ബീഫ് കറിയൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് ഇന്നമ്മയാണ്, വല്യമ്മ. ഞങ്ങൾ ഇന്നമ്മ എന്നാട്ടോ വിളിക്കുക, ചെറുമുതൽ അങ്ങനെ വിളിച്ച് ശീലമായി. അപ്പോൾ ഇത് ഇന്നമ്മയുടെ 2ാമത്തെ മോനാണ് രാഹുൽ. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങി. ഇനി തിങ്കളാഴ്ച രാവിലെ ആലുവയ്ക്ക് പോകണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ കൂടെ വീണ്ടും കാണാം. ബൈ.